കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ മുതലുള്ള ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. കോൺഗ്രസിന്റെയും CPM നേതൃത്വത്തിന്റെയും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോട് സഹകരിക്കേണ്ടതില്ല എന്നുള്ള നിലപാട് കേരളം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് രണ്ട് മുന്നണികളും ചേർന്ന് അയോധ്യക്കെതിരായിട്ടുള്ള ഒരു നീക്കം നടത്തിയിട്ട് ഇവിടെ ഒരു പ്രതികരണം ഉണ്ടാക്കിയില്ല. എല്ലാ സമുദായ സംഘടനകളും ഹിന്ദുക്കൾക്കിടയിലുള്ള SNDP ആയാലും NSS ആയാലും വിശ്വകർമ്മ സംഘടനകളായാലും ധീവര സംഘടനകളായാലും പട്ടികജാതി സംഘടനകളായാലും പട്ടികവർഗ സംഘടനകളായാലും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട ഹിന്ദു ജനവിഭാഗങ്ങളെല്ലാവരും ഈ ഒരു കാര്യത്തിന് ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ്. ശബരിമല പ്രക്ഷോഭ കാലത്ത് പോലും കാണാത്ത തരത്തിലുള്ള ഒരു ഐക്യം ഈ ഒരു ശ്രീരാമ ജന്മഭൂമി പ്രാണപ്രതിഷ്ഠയിൽ കേരളത്തിലുണ്ടായിരിക്കുന്നു. ഏറെ സവിശേഷകരമായിട്ടുള്ള ഒരു സാഹചര്യം മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്നും നല്ല പിന്തുണയാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള എതിർപ്പും ഇക്കാര്യത്തിൽ ഉണ്ടായില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെയും CPMന്റെയും നേതാക്കൾ ആത്മപരിശോധന നടത്തണം. ഈ ഒരു വഞ്ചനാപരമായ നിലപാട് എന്തിനാണ് സ്വീകരിച്ചത്? ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായം വല്ലപ്പോഴും ഒന്ന് സന്തോഷിക്കാൻ ആഹ്ലാദിക്കാൻ കിട്ടുന്ന സന്ദർഭത്തിൽ എന്തിനാണ് അവരെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം, അവർക്കെതിരായിട്ടുള്ള ഒരു സമീപനം കോൺഗ്രസും CPMും സ്വീകരിക്കുന്നത്? ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് തേടി അധികാരത്തിൽ വന്ന ശക്തികൾ എന്തിനാണ് അവരെ എല്ലാ സന്ദർഭങ്ങളിലും ഇങ്ങനെ അപമാനിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഒരു ആത്മപരിശോധനയ്ക്ക് കോൺഗ്രസിന്റെയും CPMന്റെയും നേതാക്കന്മാർ അവരുടെ സമയമായിരിക്കുന്നു എന്നാണ് എനിക്കിത് സംബന്ധിച്ച് പറയാനുള്ളത്. അയോധ്യയിലേക്ക് പോകാതെ എന്തുകൊണ്ടാണ് ഈ രാമപുരത്ത്? അല്ല, അയോധ്യയിലേക്ക് ഇപ്പോഴേ പോകേണ്ട കാര്യമില്ലല്ലോ, അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകും. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വിശ്വാസികൾ ഇന്ന് നാമജപം നടത്തണമെന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം നിങ്ങൾ നോക്കിക്കോ, കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വലിയ ദീപ പ്രോജ്വലനം, ഒരു വലിയ ദീപക്കാഴ്ചയായിരിക്കും ഇന്ന് കേരളത്തിലുണ്ടാവാൻ പോകുന്നത്. വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള വീടുകൾ, ഒരു ആകാശ ദൃശ്യം നിങ്ങൾ എടുത്താൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ദീപക്കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കേരളത്തിന്റെ ആകെ ഒരു പൊതു മനസ്സ് അയോധ്യയോടൊപ്പം ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതെ, ഇന്ന് ഞാൻ ഇവിടെ തന്നെയാണ്. അല്ല, പ്രധാനമന്ത്രി അയോധ്യയിലെ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ദിവസം തന്നെ കേരളത്തിലെ നാലമ്പല ദർശനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കർക്കിടക മാസം മുഴുവൻ രാമായണ മാസം ആചരിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ തൃശൂർ ജില്ലയിലെ നാലമ്പല ദർശനത്തിന്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ ഒരു പഞ്ചായത്തിലെ ഈ രാമപുരത്തെ നാലമ്പല ദർശനവും വലിയൊരു തീർത്ഥാടന സർക്യൂട്ടായിട്ട് മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് അയോധ്യ മാറും എന്നുള്ളതിൽ സംശയമില്ല. ഈ നാലമ്പല ദർശനവും കേരളത്തിൽ വലിയൊരു തീർത്ഥാടക സർക്യൂട്ടായിട്ട് മാറും. പ്രത്യേകിച്ചും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.